ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ബേസിക് വിത്ത് വേർഡ്സും പിന്നെ അതിനെ പറ്റിയുള്ള സെൻറ്റൻസുമാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നതും വേറെ ചില വേർഡ്സും അതിനെ പറ്റിയുള്ള സെൻറ്റൻസുമാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈ ബേസിക് വിത്ത് വേർഡ്സും സെൻറ്റൻസും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ 10ാമത്തെ ക്ലാസ്സാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 10 ക്ലാസ് ആയിട്ടാണ് നമ്മൾ ബേസിക് വിത്ത് വേർഡ്സും അതിനെ പറ്റിയുള്ള സെൻറ്റൻസും പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വേർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും ലേറ്റ് ആകാതെ തന്നെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാ വേർഡ്സ് എന്ന് നോക്കാം. ഡു ചെയ്യുക, ഡസ് ചെയ്യുക, ഡിഡ് ചെയ്യുന്നു, ചെയ്തു എന്ന് വെച്ചാൽ ഡൂവും ഡസും ഒരേ വേർഡാ മലയാളത്തിൽ വന്നത്, ചെയ്യുക എന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഹീ ഡസ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹീ ഡസ് അവൻ ചെയ്യുന്നു. ഹീ ഡസ് റീഡ് അവൻ വായിക്കുന്നു. ഹീ റീഡ്സ് അവൻ വായിക്കുന്നു. ഇത് രണ്ടും ഒരേപോലെ വരുന്നത്. ഓക്കെ, ഹീ ഡസ് റീഡ് അവൻ വായിക്കുന്നു. ഹീ റീഡ്സ് എന്ന് പറഞ്ഞാൽ അവൻ വായിക്കുന്നു, രണ്ടും ഇതാ വരാം. ഡസ് ഹീ റീഡ്സ് അവൻ വായിക്കുന്നുവോ. പിന്നെ ദേ ഡു അവൻ ചെയ്യുന്നു. ഡു ദേ അവൻ ചെയ്യുന്നുവോ. ദേ ഡു ലേൺ ദേ ലേൺ അവൻ പഠിക്കുന്നു. ഇതിങ്ങനെ വന്നാൽ ദേ ഡു ലേൺ അല്ലെങ്കിൽ ദേ ലേൺ എന്ന് പറഞ്ഞാലും ഒരേ വേർഡാ, ഒരേ മീനിങ്ങാ മലയാളത്തിൽ വരുന്നത്. അവൻ പഠിക്കുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ സെൻറ്റൻസ് വരുമ്പോൾ. ഡു ദേ ലേൺ വെൽ അവൻ നന്നായി പഠിക്കുന്നുവോ. യെസ് ദേ ലേൺ വെൽ ഉണ്ട്, അവർ നന്നായി പഠിക്കുന്നുണ്ട്. നോ ദേ ഡു നോട്ട് ലേൺ വെൽ ഇല്ല, അവൻ നന്നായി പഠിക്കുന്നില്ല. ഡിഡ് ദേ കളക്ട് ദ മണി അവർ പണം ശേഖരിച്ചുവോ. യെസ് ദേ ഡിഡ് അതെ അവൻ ചെയ്തു. നോ ദേ ഡിഡിൻറ്റ് ഇല്ല അവൻ ചെയ്തില്ല. ഡിഡിൻറ്റ് മിസ്റ്റർ രാമൻ കം ബാക്ക്. മിസ്റ്റർ റഹ്മാൻ തിരിച്ചു വന്നില്ലേ. യെസ് ഹീ ഡിഡ് ഉവ് അവൻ വന്നു. പിന്നെ ഇതിൻ്റെ നോട്ടാണ്. ഡു എന്ന് വെച്ചാൽ ചെയ്യുക. ഡു നോട്ട് ചെയ്യുന്നില്ലേ. ഡിഡ് ചെയ്തു. ഡിഡ് നോട്ട് ഡു ചെയ്തില്ല. ലേൺ പഠിക്കുക. ഡു ലേൺ പഠിക്കുക. ലേൺ പഠിച്ചു. ഡിഡ് ലേൺ പഠിച്ചു. കം വരുന്നു. ഡു കം വരുക. കേം വന്നു. ഡിഡ് കേം വന്നു. കളക്ട് ശേഖരിക്കുക. ഡു കളക്ട് ശേഖരിക്കുക. കളക്റ്റഡ് ശേഖരിച്ചു. ഡിഡ് കളക്ട് ശേഖരിച്ചു. ഇതിൽ ചില വേർഡ്സും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വ്യത്യാസം വരുമെങ്കിൽ മലയാളത്തിൽ ചിലതൊക്കെ സാമ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുമ്പിലത്തെ എത്തിയിട്ടുള്ള വേർഡ്സും ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബേസിക് വിത്ത് വേർഡ്സ് സെൻറ്റൻസുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്ലാസ്സുകൾ നേരത്തെ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.